രാജകന്യകകൾക്ക് വിവാഹപ്രായമാകുമ്പോൾ അവരുടെ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവർക്ക് രാജ്യങ്ങളിലുള്ള എല്ലാ ധീരന്മാരാകുന്ന രാജകുമാരന്മാർക്കും വിവാഹത്തിന് പങ്കെടുക്കുവാനുള്ള ക്ഷണക്കത്തുകൾ അയക്കുന്നു. അതുപ്രകാരം അവർ എന്തൊക്കെ തരത്തിലുള്ള ആയോധന കായിക വിദ്യകൾ ശ്രേഷ്ഠരാകുന്നുവോ അവ പ്രകടിപ്പിക്കുകയോ അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക കായിക ആയുധ വിദ്യകൾ വിജയിക്കുന്ന വ്യക്തിയാകണം തങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്യണമെന്ന് നനച്ചുകൊണ്ട് ഒരു മത്സരം തയ്യാറാക്കി വയ്ക്കുന്നു വധുവിൻ്റെ പിതാവ്. അത് ജയിക്കുന്ന ധീരനായ കുമാരന് ആ രാജകന്യകയെ വിവാഹം ചെയ്തു നൽകുന്നു. വിജയിയായി വരുന്ന രാജാക്കന്മാരിൽ അഥവാ വിജയിയായി വരുന്ന രാജകുമാരനിൽ നിന്ന് വരണമാല്യം അർപ്പിക്കുന്നു. അതാകുന്നു സ്വയംവരമെന്ന് പറയുന്നത്. അതുപ്രകാരം നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ പലതരം രാജകന്യകകളുടെ സ്വയംവരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ വിശിഷ്ടമായ ചില സ്വയംവരങ്ങൾ നമുക്കൊന്ന് നോക്കിക്കാണാം. ആദ്യം തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും ആദ്യം വിശിഷ്ടമായി കൊണ്ടാടിയ വിവാഹമാകുന്നു ദേവി സതിയുടേത്. അത് അങ്ങനെ പറയാൻ കാരണം സതീദേവിയുടെ വിവാഹത്തിന് മുൻപും ധാരാളം ദേവ വിവാഹങ്ങൾ നടന്നിരുന്നു. എന്നിരുന്നാലും വൈരാഗിയാകുന്ന ശ്രീപരമേശ്വരൻ ഗൃഹസ്ഥനാകുന്നു. അതുമല്ല, പ്രകൃതിയും പുരുഷനും ഒന്നാകുന്നു. അഥവാ ശിവന്റെ ശക്തി അവനോട് ചേരുന്നു. അതിനാൽ തന്നെ സതീവിവാഹം അത്യധികം കേമത്തോടെ ദേവസമൂഹം കൊണ്ടാടി. എന്നാൽ ദാക്ഷായണി എന്ന സതി ദക്ഷപ്രജാപതിയുടെ പുത്രിയാകുന്നു. ദക്ഷനാവട്ടെ വലിയൊരു ശിവവിദ്വേഷിയും ആയിരുന്നു. അതിനാൽ തന്നെ തൻ്റെ പുത്രിയുടെ വിവാഹം ദക്ഷൻ മറ്റൊരു ബ്രാഹ്മണ യുവാവുമായി നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ സ്വയംവര ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. സ്വയംവര മുഹൂർത്തം അടുക്കെ തൻ്റെ പ്രിയനാകുന്ന മഹാദേവനെ സതീദേവി അകമഴിഞ്ഞ് ധ്യാനിച്ചു. അപ്പോഴേക്കും ഭഗവാൻ ശിവനവിടെ പ്രത്യക്ഷനായി തൻ്റെ കൊട്ടാരത്തിൽ സ്വയംവര മണ്ഡപത്തിലേക്ക്. അങ്ങനെ ആഗതനായ മഹാദേവന്റെ നാഗഭൂഷണ ഖണ്ഡത്തിൽ തൻ്റെ പിതാവിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് വരണമാല്യം അണിയിച്ചു സതീദേവി. പുരാണത്തിലെ മറ്റൊരു പ്രധാന സ്വയംവരമാകുന്നു സീതാസ്വയംവരം, ജനകപുത്രി ജാനകിയുടെ സ്വയംവരം. ജനക മഹാരാജാവ് ക്രോഡീകരിച്ചത് മഹാദേവന്റെ ചാപമാകുന്ന പിനാകം അഥവാ ത്രയംബകം ഭേദിക്കുന്ന വില്ലാളി വീരനാകുന്ന പുരുഷന് തൻ്റെ പുത്രി വരണമാല്യം ചാർത്തുക എന്നതായിരുന്നു. പിനാകം എന്ന മഹാചാപം ഭഗവാൻ പിനാകിനി ത്രിപുരാന്തകത്തിനായി ഉപയോഗിച്ച ബ്രഹ്മദേവനാൽ നിർമ്മിതമാകുന്ന ചാപമാകുന്നു. 1000 ആളുകളുടെ കരബലത്താൽ ഉയർത്തുവാൻ കഴിയുന്ന ഈ മഹാചാപം ഒറ്റയ്ക്കെടുത്തുയർത്തി ഞാൻ ബന്ധിക്കുവാനും കുലയ്ക്കുവാനും കഴിയുന്ന ഒരുവൻ മാത്രമേ തൻ്റെ സീതയെ നൽകുകയുള്ളൂ എന്ന് വിദേഹാധിപതിയുടെ ആഗ്രഹം നിറവേറ്റി നൽകിയത് അയോധ്യാപതി ദശരഥപുത്രൻ രാമചന്ദ്രനാകുന്നു. അങ്ങനെ ശൈവചാപം കുലച്ച ശ്രീ രഘുനന്ദനൻ്റെ ആ നീലത്താമര പോലെ ശോഭനീയമാകുന്ന ഖണ്ഡത്തിൽ വരണമാല്യം അർപ്പിച്ചു ജാനകി. അടുത്തതായി പറയുന്നത് പ്രത്യേക മത്സരങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പെൺകുട്ടിക്ക്, അതായത് രാജകന്യകയുടെ ഇഷ്ടപ്രകാരം പതിയെ തിരഞ്ഞെടുത്ത സ്വയംവരമാകുന്നു കുന്തിഭോജന്റെ പുത്രിയാകുന്ന അഥവാ ദത്തുപുത്രിയാകുന്ന പൃഥ എന്ന കുന്തിയുടെ സ്വയംവരം. ക്ഷണിക്കപ്പെട്ട ഒരു കൂട്ടം രാജാക്കന്മാരിൽ നിന്നും ഹസ്തിനാപുരിയുടെ രാജാവാകുന്ന പാണ്ഡുവിനെ കുന്തി തിരഞ്ഞെടുക്കുകയും വരണമാല്യം ചാർത്തുകയും ചെയ്തു. ഇനി പറയുന്നത് വളരെ പ്രശസ്തമായ മറ്റൊരു വിവാഹമാകുന്നു പാഞ്ചാലദേശത്തിൻ്റെ രാജകുമാരിയുടേത്. ഒരു ഭ്രമണം ചെയ്യുന്ന സ്വർണ്ണ മത്സ്യത്തിൻ്റെ നേത്രം അതിൻ്റെ പ്രതിഫലനം നോക്കി അസ്ത്രമെയ്തുകൊണ്ട് ഭേദിക്കുന്ന വീരൻ ആരാണോ അവന് തൻ്റെ പുത്രിയാകുന്ന പാഞ്ചാലിയെ വിവാഹം ചെയ്ത് നൽകുമെന്ന് പാഞ്ചാലൻ പ്രഖ്യാപിച്ചു. പലരാലും പരാജിതമായ ആ പരീക്ഷ അർജുനൻ വിജയിക്കുകയും പാഞ്ചാലി അർജുനനെ വരിക്കുകയും ചെയ്തു. ഇങ്ങനെ തുടങ്ങുന്നു നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ശ്രേഷ്ഠമായ സ്വയംവരങ്ങൾ.